മോളെ, നീ എന്തിനാണ് ആളുകളെ എപ്പോഴും ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നത്? മകളുടെ അസ്വാഭാവിക പെരുമാറ്റ രീതി കണ്ട അമ്മ അവളോട് ചോദിച്ചു. എനിക്ക് ആളുകളുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ടമ്മേ എന്നായിരുന്നു അവരുടെ മറുപടി. മകളുടെ ഈ വിചിത്രമായ പെരുമാറ്റ രീതിയും അവളുടെ പ്രതികരണവും കേട്ട അമ്മ ആദ്യമൊന്നും അവളെ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. മാന്യതയില്ലാതെ മകൾ ഇങ്ങനെ കാണുന്നവരെയൊക്കെ തുറിച്ചു നോക്കിയാൽ ഉണ്ടാവുന്ന നാണക്കേടിനെക്കുറിച്ചായിരുന്നു അവരുടെ ചിന്ത മുഴുവൻ. നടാഷ ഡെംകിന എന്ന മകളെക്കുറിച്ച് തൻ്റെ ആശങ്കകളൊക്കെ വെറുതെയാണെന്ന് അധികം വൈകാതെ ആ അമ്മ മനസ്സിലാക്കി. വീട്ടിലെത്തിയ അതിഥിയെക്കുറിച്ച് മകൾ പറഞ്ഞ ഒരു കാര്യമാണ് അവളെ വിശ്വസിക്കാൻ കൂട്ടാക്കാൻ അമ്മയെ പ്രേരിപ്പിച്ചത്. അമ്മേ, ഇന്ന് നമ്മുടെ വീട്ടിൽ വന്ന അതിഥിക്ക് കുടലിൽ എന്തോ രോഗമുണ്ട് എന്നായിരുന്നു നടാഷയുടെ നിഗമനം. ആദ്യമൊന്നും അമ്മ അവളുടെ വാക്കുകൾക്ക് വില കൽപ്പിച്ചില്ലെങ്കിലും അധികം വൈകാതെ ആ വാർത്തയെത്തി. ആ രോഗിക്ക് കുടലിൽ ഒരു സിസ്റ്റുണ്ട്. ഒരു എക്സ്റേയിൽ എന്ന പോലെയാണ് മനുഷ്യ ശരീരത്തെ മകൾ നോക്കുന്നതെന്ന് അമ്മയ്ക്ക് അതോടെ ബോധ്യമായി. എക്സ്റേ വിഷനുള്ള പെൺകുട്ടിയെക്കുറിച്ച് കേട്ടറിഞ്ഞ് നിരവധി ആളുകൾ അവളുടെ അടുത്ത് ചെക്കപ്പിനായി എത്തി. ഇതിനിടെ പെൺകുട്ടിയുടെ പ്രശസ്തി വർദ്ധിപ്പിച്ച മറ്റൊരു സംഭവമുണ്ടായി. അർബുദമാണെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ച ഒരു രോഗി നതാലിയയുടെ അടുത്തെത്തി. നതാലിയ തൻ്റെ എക്സ്റേ കണ്ണുകളിലൂടെ പരിശോധിച്ചപ്പോൾ അവൾ വിധി എഴുതിയത് അത് വെറുമൊരു മുഴയാണെന്നായിരുന്നു. വീണ്ടും രോഗി ഡോക്ടറിൻ്റെ അടുത്തെത്തി. രണ്ടാമത്തെ പരിശോധനയിൽ ഡോക്ടർ ആ സത്യം വെളിപ്പെടുത്തി. രോഗത്തെക്കുറിച്ചുള്ള തൻ്റെ നിഗമനം തെറ്റായിരുന്നു. നതാലിയ പറഞ്ഞതുപോലെ അത് വെറുമൊരു മുഴയായിരുന്നു. തൻ്റെ എക്സ്റേ വിഷനെക്കുറിച്ച് നതാലിയ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുകളുടെ ആന്തരികാവയവങ്ങളുടെ രൂപങ്ങൾ എനിക്ക് കാണാൻ കഴിയും. ഈ കാഴ്ചയെ മെഡിക്കൽ വിഷൻ എന്ന് വിളിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. നതാലിയുടെ കഴിവുകൾ കേട്ടറിഞ്ഞ് പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ഡോക്ടർമാരും മാധ്യമപ്രവർത്തകരുമൊക്കെ അവരുടെ കഴിവുകളെ പരിശോധിക്കാനെത്തി. എക്സ്റേ വിഷൻ മാത്രമല്ല, നതാലിയയ്ക്ക് അതീന്ദ്രിയ ജ്ഞാനം കൂടിയുണ്ടെന്നാണ് ചില ഡോക്ടർമാർ പറയുന്നത്. കൗമാരപ്രായത്തിലാണ് നതാലിയ തൻ്റെ ഈ പ്രത്യേക കഴിവിനെ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ രോഗങ്ങളെക്കുറിച്ചോ മെഡിക്കൽ ടേംസിനെക്കുറിച്ചോ നതാലിയയ്ക്ക് പ്രത്യേക ധാരണയില്ലായിരുന്നു. മനുഷ്യ ശരീരത്തിനുള്ളിൽ കാണുന്ന കാഴ്ചകളെക്കുറിച്ച് അവൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. എങ്കിലും നതാലിയയ്ക്ക് എന്തോ ഒരു കഴിവുണ്ടെന്ന് സമ്മതിക്കാനും ആരും മടിക്കുന്നില്ല. നതാലിയുടെ കഴിവുകളെ പരീക്ഷിക്കാനെത്തിയ ഒരു ചാനൽ റിപ്പോർട്ടർ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു അപകടത്തിന് ശേഷമാണ് താൻ നതാലിയെ കാണാൻ പോയത്. പുറമേ കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നുവെങ്കിലും നട്ടലിനും മുട്ടിനും കാര്യമായ പരിക്ക് പറ്റിയിരുന്നു. തന്നെ ഇത്തിരി നേരം സൂക്ഷിച്ചു നോക്കിയിട്ട് നതാലിയ പറഞ്ഞത് ഇതാണ്: നട്ടലിൽ ബ്ലോക്കേജ് ഉണ്ടെന്നും മുട്ടിന് പരിക്കുണ്ടെന്നും. അവളുടെ നിഗമനം തീർച്ചയായും എന്നെ അത്ഭുതപ്പെടുത്തി. ഈ പെൺകുട്ടിയുടെ കഴിവെന്താണെന്ന് വ്യക്തമായി വിശദീകരിക്കാനാവുന്നില്ലെങ്കിലും രോഗത്തെക്കുറിച്ചുള്ള അവളുടെ നിഗമനങ്ങളൊക്കെയും അംഗീകരിക്കാതിരിക്കാൻ ഡോക്ടർമാർക്ക് പോലും കഴിയുന്നില്ല. ശാസ്ത്രത്തിന് വിശദീകരിക്കാനാവാത്ത ഒരു അത്ഭുത പ്രതിഭാസമായി മാറിയിരിക്കുന്ന നതാലിയെക്കുറിച്ച് നിരവധി വാർത്തകളും റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് ഈ വിഷയം കേട്ടിട്ട് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റൊരു അടിപൊളി കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.